ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ടയും പച്ചക്കറിയും ചിക്കനൊക്കെ ഇട്ടിട്ട് നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു പാസ്ത റെഡിയാക്കിയാലോ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഈ ഒരു ഗ്ലാസ് അളവിന് 2 ഗ്ലാസ് പാസ്തയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാസ്ത നല്ലതുപോലെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് വേവണം. അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ടേ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാസ്ത നമ്മൾ പിടിച്ച് വെക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരണം. അതുവരെ ഒന്ന് വേവിച്ചെടുക്കാമേ. നമ്മുടെ പാസ്ത വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാമേ. ഇനി നമുക്കൊരു പാനിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ ചേർത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണേ. 3 ഗ്രാമ്പു, 2 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്. ഇതും കൂടെ ചേർത്ത് ഇവയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാമേ. എല്ലാം മാറ്റി ചെറുതായി കട്ട് ചെയ്തെടുത്തേക്കുന്ന ചിക്കനാണ്. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കന് പ്രത്യേകിച്ച് ഇത്ര അളവൊന്നുമില്ല. നിങ്ങൾക്ക് ഒരുപാട് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണേ. ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാമേ. ഒരു സവോള ചെറുതായി കട്ട് ചെയ്തതാണ്. അതും ഒരു പകുതി ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണേ. സവോള എന്ന് വയന്ന് വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളകും ഒരു തക്കാളിയുടെ പകുതിയുമാണ് എടുത്തേക്കുന്നത്. അതുകൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കുറച്ച് ക്യാബേജും അതും കൂടെ ചേർത്ത് 1 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാമേ. ചേർത്ത വെജിറ്റബിളൊന്നും ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കാമേ. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുട്ട ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചിക്കിയെടുക്കാമേ. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാമേ. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പാസ്തയാണ്. നമ്മൾ വെജിറ്റബിളും ചിക്കനും മുട്ടയൊക്കെ ചേർത്തിട്ടില്ലേ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.